പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി സൗദി കോടതിയെ സമീപിച്ച ജ്യേഷ്ഠൻ മനിയനും കോടതിയെ മാത്രമല്ല ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. മാതാപിതാക്കളെ എനിക്ക് വേണമെന്ന് ജ്യേഷ്ഠൻ, വിട്ടുതരില്ലെന്ന് അനിയൻ. കോടതി പറയുന്നു, സൗദി കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു കേസ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് നോക്കുക. ചില ജ്യേഷ്ഠന്മാർ പറയും ഉമ്മാനി ഉപ്പാനി നോക്കേണ്ടത് അനിയന്മാരാണെന്ന്. ചില അനിയന്മാർ പറയും നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി ജ്യേഷ്ഠന്മാർക്കാണ്, അവരാണ് നോക്കേണ്ടതെന്ന്. ഇനിയും ചിലർ പറയും തറവാട് എനിക്ക് വേണ്ട, ഞാൻ വേറെ വീടെടുത്ത് പോയിക്കോളാം. തറവാടെടുത്താലേ ഉമ്മയും ബാപ്പയും നമ്മളെടുത്താവും എന്ന് പറഞ്ഞ്, ബുദ്ധിപൂർവം എന്ന് പറഞ്ഞുകൂടാ, വിവരദോഷം കൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ചിലരും ഉണ്ട്. എല്ലാ ജ്യേഷ്ഠന്മാരോടും അനിയന്മാരോടും മക്കളോടാണ് ഞാൻ പറയുന്നത്, മക്കളെ, ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കുവാനുള്ള അവസരം ആർക്ക് കൈവന്നുവോ അവരാണ് ഭാഗ്യവാന്മാർ. അല്ലാഹു തആല പറയുന്നത്, ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്ദി ചെയ്യണം. എനിക്ക് നന്ദി ചെയ്യണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് മാതാപിതാക്കളോട് നന്ദി ചെയ്യുക. അവരോടൊരു വാക്ക് കൊണ്ടുപോലും, അവരെ ഒരു വാക്ക് കൊണ്ടുപോലും നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ വിനയത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. അവരോട് പരുഷമായി സംസാരിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എത്ര സ്നേഹത്തോടെ കരുണയോടെയാണ് അവർ എന്നെ പോറ്റി വളർത്തിയത്. അതിന് പകരം അല്ലാഹുവേ, അവരോട് നീ കരുണ കാണിക്കണേ, ദയ കാണിക്കണേ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയുമോ, മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എത്രയെത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ, അവരെ ക്രൂരമായി പീഡിപ്പിച്ച് മർദ്ദിച്ച് അവശരാക്കിയതിൻ്റെ പേരിൽ, മാതാപിതാക്കളെ കൊല ചെയ്തതിൻ്റെ പേരിൽ, അവരുടെ സമ്പത്ത് അപഹരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കോടതികളിൽ കേസ് നേരിടുന്നത്. ഇവിടെയാണ് സൗദി കോടതിയിൽ വന്ന കേസ് നമ്മെ ചിന്തിപ്പിക്കുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു, എനിക്ക് സമ്പത്തും മക്കളുമുണ്ട്, എന്നാൽ എൻ്റെ പിതാവ് എൻ്റെ സമ്പത്ത് ഉപയോഗിക്കുന്നതിനാൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അൻത വമാലുക ലി അബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാൻ്റെതാണ് മോനെ എന്ന്. അപ്പോൾ അതിനർത്ഥം മാതാപിതാക്കൾക്ക് മക്കളുടെ സമ്മതം ചോദിക്കാതെ തന്നെ അവരുടെ സമ്പത്ത് ആവശ്യത്തിനെടുക്കാം. എന്നാൽ എല്ലാം കൂടെ എടുത്ത് നശിപ്പിച്ച് മക്കളെ ദുരിതത്തിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ആക്കുന്നത് അനുവദനീയമല്ല. അവർക്കാവശ്യമുള്ളത് അവരുടെ സമ്മതം ചോദിക്കാതെ തന്നെ എടുക്കാമെന്നർത്ഥം. എന്നാൽ മാതാപിതാക്കളുടെ സമ്പത്ത് മക്കൾക്കെടുക്കണമെങ്കിൽ അവരുടെ സമ്മതം ചോദിക്കുകയും വേണം. അതുകൊണ്ട് രക്ഷിതാവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും രക്ഷിതാവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. ഉമ്മയെയും ഉപ്പയെയും നന്നായി പരിചരിക്കുക. എങ്കിൽ നമുക്ക് മാതാവിൻ്റെ കാൽക്കീഴിലുള്ള സ്വർഗമുണ്ടല്ലോ, അത് നമുക്ക് നേടിയെടുക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.